നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്നു. അതിരുകടന്ന വീണ്ടും ഭീകരത. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട CRPF ജവാന്മാരുടെ എണ്ണം 44 ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്താകമാനം സുരക്ഷ ശക്തിപ്പെടുത്തി. കുപ്വാര ആക്രമണത്തിൽ ആസൂത്രകൻ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ അബ്ദുൾ റഷീദ് ഗസിയാണെന്ന വിലയിരുത്തലിലാണ് സുരക്ഷാ ഏജൻസികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കശ്മീരിലെത്തും. അന്വേഷണത്തിനായി 12-അംഗ NIA സംഘവും കാശ്മീരിൽ എത്തുന്നുണ്ട്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി രാവിലെ 9 മണിക്ക് യോഗം ചേരും. ആക്രമണത്തിൽ പങ്കുണ്ടെന്ന ഇന്ത്യയുടെ ആരോപണം നിഷേധിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും M. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. എന്തായാലും 44 CRPF ജവാന്മാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് കാശ്മീരിലെത്തുന്നു. 12-അംഗ NIA സംഘം എത്തുന്നു. മന്ത്രിസഭാ സമിതി രാവിലെ 9 മണിക്ക് യോഗം ചേരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, രാജ്യത്തെ നടുക്കിയ ഇന്നലെ ഉണ്ടായ ആക്രമണത്തിന് ശേഷം ഏത് തരത്തിൽ അതിനെ മറികടക്കാനും പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഒക്കെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നത് സംബന്ധിച്ചാണ് വിശദമായ ചർച്ചകൾ നടക്കുന്നത്. ഇന്നലെ തന്നെ പല റൗണ്ടുകളിലായി കേന്ദ്ര സർക്കാരിലും കേന്ദ്ര ഉദ്യോഗസ്ഥ തലത്തിലും കേന്ദ്ര മന്ത്രി തലത്തിലുമൊക്കെ ചർച്ചകൾ നടന്നിരുന്നു. പ്രധാനമന്ത്രിയും കൃത്യമായി വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി ഇന്ന് രാവിലെ 9:15 കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതിയുടെ യോഗം ചേരുക. ഈ യോഗം വളരെ നിർണായകമാണ്. കാരണം പാകിസ്ഥാന് തിരിച്ചടി നൽകണമെന്ന ആവശ്യം രാഷ്ട്രീയമായും ഒപ്പം വിവിധ മേഖലകളിൽ നിന്നുമൊക്കെ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സൈന്യവും ഇന്നലെ വ്യക്തമാക്കിയിരുന്നത് അതേ നിലയിലാണ്. ഏത് തരത്തിലുള്ള നടപടികളാണ് അതിർത്തിയിൽ സ്വീകരിക്കേണ്ടത്, ഒപ്പം കശ്മീരിലും എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. അതേസമയം ഇന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കശ്മീരിലേക്ക് തിരിക്കും. ഈ ആക്രമണം നടന്ന സ്ഥലം, ഒപ്പം സൈനികരുടെ മൃതദേഹങ്ങൾ എന്നിവയൊക്കെ സന്ദർശിച്ചുകൊണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം. മാത്രമല്ല NIAയുടെ 12-അംഗ സംഘമാണ് ഇന്ന് കശ്മീരിലേക്ക് എത്തുന്നത്. പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കുമായാണ് ഈ സംഘം എത്തുന്നത്. 350 കിലോയോളം സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപിയോ വാഹനമാണ് സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഇടിച്ചു കയറ്റിയതെന്നാണ് ഇന്നലെ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. ഉപയോഗിച്ചത് IED ആണെന്നാണ് ലഭിക്കുന്ന സൂചന. അതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധനകൾ, തുടർ അന്വേഷണം എന്നിവ നടത്തേണ്ടതുണ്ട്. അതേസമയം ഈ സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ സംബന്ധിച്ച് NIAക്കും ദേശീയ ഏജൻസികൾക്കും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരകൻ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ അബ്ദുൾ റഷീദ് ഗാസിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ഡിസംബർ മുതൽ തന്നെ ആക്രമണം പദ്ധതിയിട്ടിരുന്നു. വക്കാസ് എന്ന ഇന്നലെ ആക്രമണം നടത്തിയതായി പിന്നീട് വീഡിയോ പുറത്തുവിട്ട യുവാവ് ഈ അബ്ദുൾ റഷീദ് ഖാസിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശീലനവും മറ്റും പൂർത്തിയാക്കിയിരുന്നത്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിന്റെ വാർഷികമായ ഫെബ്രുവരി 9-നോടനുബന്ധിച്ച് ആക്രമണം നടക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. വലിയ ആക്രമണങ്ങൾ വേണമെന്നും ഇന്ത്യയെ കരയിപ്പിക്കണമെന്നുമുള്ള സംഭാഷണ ശകലങ്ങൾ ചോർത്തിയിരുന്നതായി സുരക്ഷാ ഏജൻസി വൃത്തങ്ങളും പറയുന്നുണ്ട്. ജെയ്ഷെ തലവൻ മൗലാന മസൂദ് അസറിന്റെ അനന്തരവന്മാരായ തൽഹ, ഉസ്മാൻ എന്നിവരെ വകവരുത്തിയതിന്റെ പ്രതികാരമായാണ് ആക്രമണമെന്നും കരുതപ്പെടുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുന്നുണ്ട്. അതേസമയം വളരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇന്നലെ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഏത് തരത്തിലായിരിക്കും അത് എന്നത് തന്നെയാണ് അറിയേണ്ടത്. ശരി ഉണ്ണി. അതേസമയം കശ്മീർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളി സൈനികനും വയനാട് ലക്കിടി സ്വദേശി VV വസന്ത്കുമാറാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, എന്തായാലും മൃതദേഹം അടക്കം നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, അത്തരം കാര്യങ്ങളിലൊന്നും ഇതുവരെ തീരുമാനമൊന്നുമായിട്ടില്ല. ഇപ്പോൾ ഇയാളുടെ സ്വദേശവും വീടും സംബന്ധിച്ച വിശദാംശങ്ങൾ മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. വയനാട് വൈത്തിരി കുന്നത്തടവക വില്ലേജിൽ വെറ്റിനറി കോളേജിന് സമീപം ഉള്ള VV വസന്തകുമാറാണ് മരിച്ചത്. ദുഃഖകരമായ വാർത്ത തന്നെയാണ്. ഏത് സമയത്താണ് ഇദ്ദേഹത്തെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമല്ല. ഏതായാലും ഈ അന്വേഷണമൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് തെളിവെടുപ്പിനൊക്കെ ശേഷമായിരിക്കും എത്തിക്കുക. അതിനുള്ള ശ്രമം നമ്മൾ വീടുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. CRPF 82-ാം ബറ്റാലിയനിലെ ജവാനായിരുന്നു വസന്തകുമാർ. വയനാട് വെറ്റിനറി കോളേജിന് സമീപം പരേതനായ വാസുദേവന്റെ മകനാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതുവരെ വിവരം അറിയിച്ചിട്ടില്ല. മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വീട്ടുകാരെ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാരെ ഈ വിവരങ്ങൾ ഇനി അറിയിക്കേണ്ടതുണ്ട്. ഏതായാലും അടുത്ത മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവും. ശരി അശ്വിൻ. കശ്മീർ ഭീകരാക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാനാണെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും ഇന്ത്യ. ഭീകരാക്രമണത്തെ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. പാകിസ്ഥാനെതിരെ രൂക്ഷഭാഷയിലാണ് ഇന്ത്യ പ്രതികരിച്ചത്. രാജ്യത്തെ നടുക്കിയ കശ്മീർ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ്. ആക്രമണം നടത്തിയത് പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദാണ്. ജെയ്ഷെ മുഹമ്മദിന് പ്രവർത്തിക്കാൻ പൂർണ്ണ പിന്തുണ നൽകിയത് പാകിസ്ഥാനാണ്. ജെയ്ഷെ മുഹമ്മദിനെ നിരോധിക്കണം.
ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെതിരെ കടുത്ത നടപടിയെടുക്കണം. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ മസൂദ് അസറിനെ ഉപയോഗിക്കുകയാണ്. ഭീകരതയെ പിന്തുണയ്ക്കുന്ന നടപടി പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഭീകരതയുടെ അന്ത്യം കുറിക്കാൻ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ തേടി. ഇന്ത്യക്കൊപ്പം നിന്ന് ഭീകരതയെ നേരിടുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. വേദനിക്കുന്ന വേളയിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നുവെന്ന് ബംഗ്ലാദേശ് അറിയിച്ചു. പൈശാചികമെന്നാണ് ഭീകരാക്രമണത്തെ ശ്രീലങ്ക വിശേഷിപ്പിച്ചത്. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ഭൂട്ടാൻ, നേപ്പാൾ, മാലദ്വീപ് തുടങ്ങിയ രാഷ്ട്രങ്ങളും സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തി. ആക്രമണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. We strongly condemn today's attack in Jammu and Kashmir's Pulwana district and express our deepest condolences to the families of those who lost their lives and to the government and people of India. We of course wish a speedy recovery to those injured and call for those behind the attack to be brought to justice. രാത്രി പ്രധാനമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും കൂടിക്കാഴ്ച നടത്തി. ഇന്നും സുപ്രധാന യോഗങ്ങളും കൂടിക്കാഴ്ചകളുമുണ്ടാകും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പത്താൻകോട്ടെ മുറിയിലെ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം കശ്മീരിലുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നലെ നടന്നത്. നിയന്ത്രണ രേഖ മറികടന്ന് ഭീകരർ താവളങ്ങളിൽ മിന്നലാക്രമണം നടത്തിയാണ് ഇന്ത്യൻ സൈന്യം മുറിക്ക് തിരിച്ചടി നൽകിയത്. ഇന്നലത്തെ ആക്രമണത്തിനും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. ഉറിയിൽ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ താവളം ഭീകരർ ആക്രമിച്ചത് 2016 സെപ്റ്റംബർ 18-നായിരുന്നു. ക്യാമ്പിനുള്ളിൽ ഇരച്ചുകയറിയ ഭീകരർ ഗ്രനേഡുകൾ എറിഞ്ഞ് യന്ത്രത്തോക്കുകൾ കൊണ്ട് വെടിയുതിർത്തു. പുലർച്ചെ സൈനികർ ഉറങ്ങുമ്പോൾ നടന്ന ആക്രമണത്തിൽ 19 പേർക്ക് ജീവൻ നഷ്ടമായി. 2016 ജനുവരിയിൽ പത്താൻകോട്ടെ വ്യോമസേനാ താവളവും ഭീകരർ ആക്രമിച്ചിരുന്നു. 2 ഭീകരാക്രമണങ്ങൾക്കും ഇന്ത്യ മറുപടി നൽകിയത് അതിർത്തി കടന്നുള്ള മിന്നലാക്രമണത്തിലൂടെ. നിയന്ത്രണ രേഖ കടന്ന് പാക് അധീന കശ്മീരിലെ ഭീകരതാവളങ്ങൾ ഇന്ത്യ തകർത്തു. ഉറി ഭീകരാക്രമണത്തോടെ പാകിസ്ഥാനുമായുള്ള എല്ലാ ചർച്ചകളിൽ നിന്നും ഇന്ത്യ പിന്മാറി. സാർക്ക് ഉച്ചകോടിയടക്കം മാറ്റിവെച്ചു. ചലച്ചിത്ര കായിക വേദികളിൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ ബഹിഷ്കരിച്ചു. പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ട ഇന്ത്യ പാക് ബന്ധം ഇനിയും പുനരാരംഭിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പുതിയ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആവർത്തിച്ചിട്ടും മുൻ അനുഭവങ്ങൾ മനസ്സിലുള്ള ഇന്ത്യ വാതിൽ തുറന്നിട്ടില്ല. കർത്താർപൂർ സിഖ് ഇടനാഴിയിൽ പരസ്പരം സഹകരിച്ചതിലൂടെ ഇന്ത്യ പാക് സർക്കാരുകൾ വീണ്ടും സമാധാന പാതയിലേക്ക് നീങ്ങിയേക്കും എന്ന പ്രതീക്ഷ ചിലരെങ്കിലും പങ്കുവച്ചിരുന്നു. പക്ഷേ മുൻപ് പലപ്പോഴും നടന്നത് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നു. സമാധാനത്തിന്റെ വഴിയിലെന്ന് പാകിസ്ഥാനിലെ ഔദ്യോഗിക ഭരണകൂടം ആവർത്തിക്കുന്ന അതേ സമയത്ത് സൈനിക പിന്തുണയുള്ള ഭീകരർ ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. ഈ ചോരക്കളിക്ക് കേന്ദ്രം എന്തു മറുപടി നൽകും? അതറിയാൻ അധികം കാക്കേണ്ടി വരില്ല. ഒന്നുറപ്പാണ്, ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ സമാധാനം ഏറെ അകലെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കശ്മീരിലെ പുൽവാമയിൽ ഇന്നലെ ഉണ്ടായത് ഒരു നീതീകരണവുമില്ലാത്ത ഭീകരാക്രമണം. ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കാനുള്ള ഭീകരരുടെ ശ്രമം കവർന്നത് 44 വീരസൈനികരുടെ ജീവനാണ്. രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടം കൂടിയാണ്. ഇന്ത്യയുടെ സമാധാനം കെടുത്താൻ ശ്രമിക്കുന്ന വിധ്വംസക ശക്തികളെ എന്തു വില കൊടുത്തും ചെറുക്കണമെന്ന് തന്നെയാണ് രാജ്യം ആവശ്യപ്പെടുന്നത്. എക്കാലത്തും ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളുടെ വേരുകൾ അന്വേഷിച്ചു പോകുമ്പോൾ ചെന്നെത്തിയിട്ടുള്ളത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാൻ സർക്കാരിന്റെ പിന്തുണയുണ്ട് ഓരോ ഭീകരാക്രമണങ്ങൾക്കുമെന്നത് എല്ലായ്പ്പോഴും തെളിഞ്ഞിട്ടുള്ള കാര്യവും. പക്ഷേ പതിവ് പോലെ ഇന്നലത്തെ ഭീകരാക്രമണത്തിലെ പങ്കും പാകിസ്ഥാൻ നിഷേധിച്ചിട്ടുണ്ട്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കൊപ്പമുണ്ട്. ഉറിയിലുണ്ടായ ഭീകരാക്രമണത്തിന് അതിർത്തി കടന്ന് മിന്നലാക്രമണം നടത്തി ഇന്ത്യ നൽകിയ മറുപടിയും ഭീകരരെ തളർത്താൻ ആയിട്ടില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ഇന്നലത്തെ ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി കഴിഞ്ഞു. രാജ്യം ഗൌരവമായി ചർച്ച ചെയ്യുന്നത് ഭാവിയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നത് തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്താ തുടർച്ചയും അതുതന്നെയാണ്. ഭീകരരെ ചെറുക്കാൻ കേന്ദ്ര സർക്കാർ എന്തു ചെയ്യും? ഈ വിഷയം തന്നെയാണ് ഇന്ന് പ്രേക്ഷകരുടെ പ്രതികരണത്തിനായി നൽകുന്നത്. 7:30 മുതൽ പ്രതികരണങ്ങളുമായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. ചോദ്യം ഒരിക്കൽ കൂടി, ഭീകരരുടെ വെല്ലുവിളിയെ എങ്ങനെ നേരിടും? സംസ്ഥാനത്തെ 30 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ജനവിധി LDF-നും UDF-നും BJP-ക്കും ഒരുപോലെ നിർണായകമാണ്. ഓരോ തദ്ദേശ വാർഡിലും നടന്ന വാശിയേറിയ പ്രചാരണത്തിൽ പ്രാദേശിക വിഷയങ്ങൾ മുതൽ ദേശീയ വിഷയങ്ങൾ വരെ ചർച്ചയായിരുന്നു. 12 ജില്ലകളിലെ 30 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 10 മണി മുതൽ ആരംഭിക്കും. 111 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്.
80% പോളിംഗാണ് ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. LDF 17, UDF 11, സ്വതന്ത്ര 2 എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷിനില. കോഴിക്കോട് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പുതിയോട്ടം കണ്ടിയിൽ CPM-ഉം RMPയുമാണ് നേർക്കുനേർ. എറണാകുളം കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ കുന്നുകര ഈസ്റ്റ്, മലപ്പുറം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പുറത്തൂർ വാർഡ് എന്നിവ UDF-നും നിർണായകമാണ്. വെളിപ്പാടകലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ LDF-നും UDF-നും BJP-ക്കും ഇത് അഭിമാന പോരാട്ടമാണ്. പല സ്ഥലത്തും സംസ്ഥാന നേതാക്കളടക്കമെത്തിയാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം ശബരിമല യുവതീ പ്രവേശനം മുതൽ ഷുക്കൂർ വധക്കേസ് കുറ്റപത്രം വരെ പ്രചരണ വിഷയങ്ങളായി. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ LDF-ന് മേൽക്കൈ ലഭിച്ചിരുന്നു. ഇത് നിലനിർത്താനാകുമോ എന്നതും നിർണായകമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. വളരെ പ്രാദേശികമായ വിഷയങ്ങളും വ്യക്തിപ്രഭാവങ്ങളുമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ വിഷയമാകാറുള്ളത്. ഇന്നലെ സംസ്ഥാനത്തെ 30 വാർഡുകളിലായി ഉപതെരഞ്ഞെടുപ്പ് നടന്നു. രാജ്യമാകെ മറ്റൊരു വലിയ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോഴാണ് 30 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നാട്ടിലെ പ്രശ്നം മുതൽ ദേശീയ പ്രശ്നങ്ങൾ വരെ ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഉയരുന്ന വിഷയങ്ങൾ ഇന്നലത്തെ 30 വാർഡുകളിലെ വോട്ടിനെ നിർണയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടത് സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരുമ്പോൾ ഈ മേൽക്കൈ LDF നിലനിർത്തുമോ എന്നതാണ് കേരളം അറിയാൻ കാത്തിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ LDF മേൽക്കൈ നിലനിർത്തുമോ? തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പാർട്ടിക്കുള്ളിൽ പൊട്ടിപ്പുറപ്പെട്ട വിവാദങ്ങൾക്ക് നടുവിൽ ജോസ് കെ മാണിയുടെ കേരള യാത്രയ്ക്കായി ഇന്ന് സമാപനം. വേണ്ടത്ര കൂടിയാലോചനയില്ലാതെയാണ് യാത്ര തീരുമാനിച്ചത് എന്ന് തുറന്നടിച്ച് PJ ജോസഫ് സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. രണ്ടില പിളരാതെ PJ ജോസഫിന് എങ്ങനെ ഒപ്പം നിർത്തുമെന്ന വലിയ വെല്ലുവിളിയാണ് ഇനി മുന്നിലുള്ളത്. കേരള കോൺഗ്രസ് എമ്പിൽ പിളർപ്പിന്റെ സാധ്യതകൾ തുറന്നിട്ടാണ് ജോസ് കെ മാണിയുടെ കേരള യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. കഴിഞ്ഞ മാസം 24-ന് കാസർഗോഡ് ജാഥ ക്യാപ്റ്റന് പതാക കൈമാറിയ പാർട്ടി വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് തന്നെയാണ് ആദ്യ വെടി പൊട്ടിച്ചത്. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനപ്പുറം പാർട്ടി നിയന്ത്രണം ജോസ് കെ മാണിക്ക് നൽകുന്നതിന് മുന്നോടിയാണ് യാത്രയെന്ന് തിരിച്ചറിഞ്ഞായിരുന്നു ജോസഫിന്റെ അടി. UDF-ന്റെ കയ്യിലല്ല സീറ്റ്, 2 സീറ്റിൽ ഏതെങ്കിലും സീറ്റുകൾ വന്ന് കഴിഞ്ഞ UDF തന്നെ ആവശ്യപ്പെടുകയുണ്ടായി. അതാണ് സ്ഥിതി. 77 മുതലുള്ള സ്ഥിതിയാണ് കേരള കോൺഗ്രസ് 2 സീറ്റ് എന്നുള്ളത് ഈ ഐക്യ ജനാധിപത്യം. കിട്ടില്ലെന്നുറപ്പുള്ള 2ാം സീറ്റ് ആവശ്യം PJ ജോസഫ് ഉന്നയിച്ചതും മാണിക്കുള്ള ചെക്കാണ്. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുത്തപ്പോൾ ലോക്സഭാ സീറ്റ് ജോസഫ് വിഭാഗത്തിന് വേണം എന്നതാണ് ന്യായം. പ്രധാന നേതാവ് എന്ന നിലയിൽ PJ ജോസഫ് സാറ് മത്സരിക്കേണ്ടത് ജയിക്കാൻ ആവശ്യമാണ് എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കേണ്ട വിഷയമാണ്. കോട്ടയത്തിന് പകരം ഇടുക്കിയെടുത്ത് അവിടെ PJ ജോസഫിനെ മത്സരിപ്പിക്കുക എന്നതാണ് ജോസഫ് വിഭാഗത്തിന്റെ മനസ്സിലിരിപ്പ്. ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകിയില്ലെങ്കിൽ പിളർപ്പിനുള്ള സാധ്യത തള്ളാനാവില്ല. സീറ്റ് വിട്ടുകൊടുക്കാതെ എങ്ങനെ പിളർപ്പ് ഒഴിവാക്കാം എന്ന വലിയ വെല്ലുവിളിയാണ് KM മാണിക്കും ജോസ് കെ മാണിക്കും മുന്നിലുള്ളത്. R കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഉൾപാർട്ടി ഭിന്നതയിലൂടെയാണ് കേരള കോൺഗ്രസ് കടന്നുപോകുന്നത്. മകൻ ജോസ് കെ മാണിയെ രാഷ്ട്രീയ രംഗത്തേക്ക് KM മാണി കൈപിടിച്ചുയർത്തിയതു മുതൽ തുടങ്ങിയ ചെറിയ തോതിലെ അനിഷ്ടങ്ങൾ ഇപ്പോൾ ശക്തി പ്രാപിച്ചു. KM മാണിയുടെ തുടർച്ചക്കാരനായി ജോസ് കെ മാണി പാർട്ടി നേതൃത്വത്തിലേക്ക് വരും എന്ന സൂചനകൾ ശക്തമായപ്പോൾ പൊട്ടിത്തെറിയായി. പാർട്ടിയിൽ തുല്യ പ്രാധാന്യം ഉറപ്പാക്കിയാണ് തിരുനക്കര മൈതാനത്ത് കേരള കോൺഗ്രസ് പുനരേകീകരണത്തിന് KM മാണിക്ക് PJ ജോസഫ് കൈകൊടുത്തത്. പാർട്ടിയെ വിട്ടുകൊടുക്കാൻ PJ ജോസഫ് തയ്യാറല്ല. ഇപ്പോൾ 2 സീറ്റ് വേണമെന്ന ആവശ്യം അതിൽ നിന്ന് ഉണ്ടായതാണ്. 2 കിട്ടിയില്ല എങ്കിൽ ഉള്ള 1 സീറ്റിൽ PJ ജോസഫ് മത്സരിക്കണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ മനസ്സിലിരിപ്പ്. ജോസഫിന്റെ ലക്ഷ്യവും മറ്റൊന്നായിരിക്കില്ല. പാർട്ടിയിലെ പൊട്ടിത്തെറിയും ഭിന്നതയും ശക്തമായത് ജോസ് കെ മാണിയുടെ കേരള യാത്രക്കിടെയാണ്. ജോസഫ് സമാപന സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്നാണ് തന്റെ പ്രതിഷേധം അറിയിക്കുന്നത്. വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയിൽ ഇനി എന്ത് സംഭവിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. കേരള യാത്ര കഴിയുമ്പോൾ കേരള കോൺഗ്രസിൽ എന്ത് സംഭവിക്കും? ഇടതുമുന്നണിയുടെ കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് തുടക്കമായി. ശബരിമല വിഷയത്തിൽ BJPയുടെ 2ാം നിര കളിക്കുന്നത് ആപത്താണ് എന്ന് കോൺഗ്രസ് തിരിച്ചറിയണമെന്ന് യാത്ര ഉദ്ഘാടനം ചെയ്ത് CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി പറഞ്ഞു.
മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്നത് മഹാനിധി സമാഹരണ യാത്രയാണ് എന്ന് കോടിയേരി പരിഹസിച്ചു. നാളെ തിരുവനന്തപുരം ജില്ലയിൽ ജാഥ പര്യടനം തുടരും. BJP സർക്കാരിനെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഇടതുമുന്നണിയുടെ കേരള സംരക്ഷണ യാത്ര. തെക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടകനായ സുധാകർ റെഡ്ഡി കോൺഗ്രസിനും BJPക്കുമെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. I would like to warn the Indian National Congress that they are playing a very dangerous game. They are playing second fiddle to the BJP here in the state of Kerala. ശബരിമല വിഷയത്തിൽ സർക്കാരിന്റേത് സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടിയുള്ള നിലപാടായിരുന്നുവെന്ന് കോടിയേരി പറഞ്ഞു. നിലപാടിന്റെ പേരിൽ വോട്ട് കുറഞ്ഞു പോകുമോ എന്ന ആശങ്ക ഇടതുമുന്നണിക്കില്ലെന്ന് പറഞ്ഞ കോടിയേരി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളിയുടെ കേരള യാത്രയെ പരിഹസിച്ചു. KPCCക്ക് വേണ്ടിയുള്ള ഒരു മഹാനിധി സമാഹരണ യാത്രയായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യാത്ര നടത്തുന്ന കക്ഷി യാത്രയിലുടനീളം നോട്ടെന്ന യന്ത്രം കൊണ്ട് ജാഥ നടത്തുകയാണ്. സംരക്ഷണയാത്ര വെള്ളിയാഴ്ച തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരും. കാനൻ രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ 16-ന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കും. 2 ജാഥകളും മാർച്ച് 2-ന് തൃശൂരിൽ സംഗമിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ഉച്ചയ്ക്ക് 2:30-ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധര റാവുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക സംബന്ധിച്ചാണ് പ്രധാന ചർച്ച. സ്ഥാനാർത്ഥികളുടെ സാധ്യതകൾ വിവരിച്ച് നേരത്തെ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയ പട്ടിക വേണ്ടത്ര ചർച്ചകളില്ലാതെയാണെന്ന് പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ വിമർശനമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിന് മുരളീധര വിഭാഗവും കൃഷ്ണദാസ് പക്ഷവും പരാതി നൽകിയിരുന്നു. ഇത് പ്രധാന ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇരുഭാഗവും തീരുമാനമെടുത്തിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയ്ക്കെതിരെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിമർശനമുയരാനാണ് സാധ്യത. കേരളത്തിന്റെ ചുമതലയുള്ള സഹസംഘടനാ സെക്രട്ടറി BL സന്തോഷും ശ്രീധരൻപിള്ളയും ചേർന്ന് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു എന്നാണ് ഇരുഭാഗത്തിന്റെ പ്രധാന ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ പാർട്ടിയിലെ ഗ്രൂപ്പുകൾ വീണ്ടും സജീവമാകുന്നത് BJP നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് കോർ കമ്മിറ്റിയും ചേരുന്നത്. സംസ്ഥാന ഖാദി ബോർഡിനോട് 50 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നടൻ മോഹൻലാലിന്റെ മാനനഷ്ട കേസ്. സ്വകാര്യ കമ്പനിയുടെ പരസ്യത്തിൽ മോഹൻലാൽ ചർക്ക ഉപയോഗിച്ചതിനെ ഖാദി ബോർഡ് വിമർശിച്ചിരുന്നു. ഇതാണ് മോഹൻലാലിനെ ചൊടിപ്പിച്ചത്. പ്രളയത്തിൽ കോടികളുടെ നഷ്ടമുണ്ടായ പൊതുമേഖലാ സ്ഥാപനത്തോടാണ് സൂപ്പർ താരം 50 കോടി ചോദിക്കുന്നത്. ഈ പരസ്യമാണ് മോഹൻലാൽ ഖാദി ബോർഡ് പോരിന്റെ അടിസ്ഥാനം. പരസ്യം വന്നതോടെ ഖാദി ബോർഡ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഇടിഞ്ഞു. യഥാർത്ഥ ഖാദി സ്വകാര്യ കമ്പനിയുടേതാണെന്ന ധാരണ ജനങ്ങൾക്കുണ്ടായതാണ് വരുമാനം കുറയാൻ കാരണമായതെന്ന് ഖാദി ബോർഡ് വിലയിരുത്തി. പരസ്യം പിൻവലിക്കണമെന്ന് കമ്പനിയോടും പരസ്യത്തിൽ നിന്ന് പിന്മാറണമെന്ന് മോഹൻലാലിനോടും ഖാദി ബോർഡ് ആവശ്യപ്പെട്ടു. കമ്പനി പരസ്യം പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ബോർഡിനെ ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാലിന്റെ വക്കീൽ നോട്ടീസ് എത്തി. അദ്ദേഹം ഒരു സിനിമാ നടൻ മാത്രമല്ല, സമൂഹത്തിൻ്റെ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു വലിയ ഒരു മനുഷ്യത്വത്തിൻ്റെ പ്രതീകം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് വന്നത് ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. എന്ത് മറുപടി പറയണം എന്ന് ഞങ്ങൾക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, അയച്ചിട്ടുമില്ല. ഈ നടപടി അദ്ദേഹത്തിന് എന്തുകൊണ്ട് അങ്ങനെ വേദന ഉണ്ടാക്കിയത്, അങ്ങനെ വേദന ഉണ്ടാകുന്ന വിധത്തിലല്ല നമ്മളത് പറഞ്ഞത്. പരസ്യവുമായി ബന്ധപ്പെട്ട് ശോഭന ജോർജ് നടത്തിയ പരാമർശങ്ങൾ മാനഹാനിയുണ്ടാക്കിയെന്നാണ് മോഹൻലാലിന്റെ നിലപാട്. പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പു പറഞ്ഞില്ലെങ്കിൽ 50 കോടി നഷ്ടപരിഹാരം നൽകണമെന്നും സൂപ്പർതാരം ആവശ്യപ്പെട്ടു. നിലനിൽപ്പിനായി പൊരുതുന്ന പൊതുമേഖലാ സ്ഥാപനത്തോടാണ് പത്മഭൂഷൺ ജേതാവ് കൂടിയായ നടന്റെ പ്രതികാര നടപടിയെന്നതും ശ്രദ്ധേയം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ലോകവാർത്തകൾ. മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കുമെന്ന നിലപാടിൽ ഉറച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. ഭരണപ്രതിസന്ധി മറികടക്കാൻ US കോൺഗ്രസിൽ അതിർത്തി സുരക്ഷാ ബിൽ പാസാക്കാനാണ് നീക്കം. രാജ്യസുരക്ഷയാണ് പ്രധാനമെന്ന വാചകത്തിൽ ഉറച്ചാണ് ട്രംപിന്റെ നീക്കം. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്.
മെക്സിക്കൻ അതിർത്തിയിലെ മതിൽ നിർമ്മാണത്തിനായി തുക കണ്ടെത്തലാണ് ട്രംപ് നേരിടുന്ന വലിയ വെല്ലുവിളി. എന്നാൽ പ്രതിസന്ധി മറികടക്കാൻ അതിർത്തി സുരക്ഷാ ബിൽ പാസാക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമം. ഇതിലൂടെ ഗവൺമെന്റ് പണം വിനിയോഗിക്കാനാവും. വേണ്ടിവന്നാൽ മതിൽ നിർമ്മാണത്തിന് സൈനിക ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കും. അതിർത്തിയിലെ അനധികൃത കുടിയേറ്റത്തിന് തടയിടുകയാണ് ഏറ്റവും പ്രധാനമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി സാറാ സാൻഡേഴ്സ് പ്രതികരിച്ചു. എന്നാൽ അധികാര ദുർവിനിയോഗവും നിയമവിരുദ്ധ പ്രവർത്തനവുമാണ് ട്രംപ് നടത്തുന്നതെന്ന് ഡെമോക്രാറ്റുകൾ കുറ്റപ്പെടുത്തി. രാജ്യത്ത് ഭരണപ്രതിസന്ധി നിലനിൽക്കെയാണ് ട്രംപിന്റെ കടുംപിടുത്തമെന്നും അവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപിന്റെ വാഗ്ദാനമായിരുന്നു മെക്സിക്കൻ അതിർത്തിയിലെ മതിൽ നിർമ്മാണം. എന്നാൽ നിർമ്മാണത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ ഭരണകൂടത്തിന് കഴിയാതെ വന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ട്രംപിന് പണം നീക്കിവെക്കാം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വിഴിഞ്ഞം തുറമുഖം അടുത്ത വർഷം ഒക്ടോബറിൽ പൂർത്തിയാക്കുമെന്ന് അദാനി ഗ്രൂപ്പ്. പാറക്ഷാമം പരിഹരിച്ച് പദ്ധതി വേഗത്തിൽ മുന്നോട്ടു പോവുകയാണ് എന്ന് അദാനി ഗ്രൂപ്പ് CEO രാജേഷ് ദ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖം പ്രദേശത്തിന് ചേർന്ന് ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള പദ്ധതിക്കും രൂപരേഖയായി. ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് കരുതിയ വിഴിഞ്ഞം പദ്ധതിക്ക് വെല്ലുവിളിയായത് ഓഖി ചുഴലിക്കാറ്റാണ്. പാറക്ഷാമം നേരിട്ടത് മറ്റൊരു പ്രതിസന്ധിയായി. അടുത്ത വർഷം ഒക്ടോബറോടെ ആദ്യഘട്ടം പൂർത്തിയാക്കുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ ഉറപ്പ്. പാറക്ഷാമം പരിഹരിക്കാൻ ധാരണയായി. സർക്കാരിൽ നിന്ന് മികച്ച പിന്തുണ കിട്ടുന്നു. പുലിമുട്ട് നിർമ്മാണം 98% പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. Very good support from the government. In fact, the way we are going, the way you will be, you are seeing the progress. Practically 800-meter jetty, which was the first phase, the entire piling, 98% is completed. പദ്ധതി പ്രദേശത്തേക്ക് റെയിൽ ഗതാഗതം സ്ഥാപിക്കുകയാണ് അടുത്ത വെല്ലുവിളി. ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞത്തേക്കുള്ള റെയിൽവേ ലൈനിന്റെ DPR കരട് തയ്യാറായി. 10 കിലോമീറ്റർ ദൂരമുള്ള റെയിൽപാതയുടെ 9 കിലോമീറ്ററും തുരങ്കത്തിലൂടെയാവും കടന്നു പോവുക. 2022ഓടെ ഇതും പൂർത്തിയാകും. ഈ വിഴിഞ്ഞം വിസിൽ കമ്പനി, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ്, ഇത് 100% ഗവൺമെന്റ് ഓൺ കമ്പനിയാണ്. ഈ കമ്പനി ആണ് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ ഓവർസീ ചെയ്യുന്നത്. ഗവൺമെന്റും അതോറിറ്റിയും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് കൺസെഷൻ കരാർ എൻട്രി ചെയ്തിട്ടുണ്ട്. അതിനെ ഓവർസീ ചെയ്യുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡാണ്. വിഴിഞ്ഞം പദ്ധതിയെ ചുറ്റിക്കടന്നു പോകുന്ന റിംഗ് റോഡിനോട് ചേർന്ന് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കും. വിഴിഞ്ഞം തുറമുഖത്തിനൊപ്പം പ്രാദേശിക വികസനവും യാഥാർത്ഥ്യമാക്കുന്ന നിർണായക നീക്കമാണിത്. തുറമുഖ അനുബന്ധ വികസനം ചർച്ച ചെയ്യുന്ന സെമിനാർ 18-ന് തലസ്ഥാനത്ത് സംഘടിപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ നിൽക്കുമ്പോൾ പരപ്പനങ്ങാടിയിൽ മുൻപ് ശിലാസ്ഥാപനം നടത്തിയ ഹാർബറിന് വീണ്ടും ചിരിയിടുന്നു. ഈ മാസം 20-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഹാർബറിന്റെ ശിലാസ്ഥാപനം നടത്തുക. 2016-ൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയിരുന്നു. മലപ്പുറം ജില്ലയിലെ തീരദേശ നിവാസികളുടെ ദീർഘകാല ആവശ്യമാണ് പരപ്പനങ്ങാടി ഹാർബർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിലാസ്ഥാപനം നടത്തിയെങ്കിലും പിന്നീട് ഒന്നും നടന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഹസനം എന്ന LDF പ്രചാരണം തിരൂരങ്ങാടി മണ്ഡലത്തിൽ UDFന് പ്രതിസന്ധിയുമുണ്ടാക്കി. PK അബ്ദുറബ് ജയിച്ചത് കേവലം 6000-ഓളം വോട്ടുകൾക്ക്. ഹാർബർ മുൻനിർത്തിയുള്ള LDF പ്രചാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു തലത്തിലെത്തുകയാണ്. ബജറ്റിൽ കിഫ്ബി വഴി 133 കോടി രൂപയാണ് ഹാർബർ നിർമ്മാണത്തിന് തോമസ് ഐസക് മാറ്റിവെച്ചത്. ഇതിനു പിന്നാലെയാണ് ശിലാസ്ഥാപനം. മുൻപ് UDF നടത്തിയത് വെറും പ്രഖ്യാപനങ്ങളാണെന്നും പദ്ധതിക്ക് ജീവൻ വെച്ചത് ഇപ്പോഴാണെന്നുമാണ് LDFന്റെ അവകാശവാദം. ബഡ്ജറ്റ് വേളകൾ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബഡ്ജറ്റിൽ ഇതേവരെ ₹1 അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടില്ല. ക്ലോസ് ചെയ്താണ് കിഫ്ബി. അതിൽ നിന്നാണ് വീണ്ടും ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പണം ഫിനാൻസ് മിനിസ്റ്റർ അനുവദിക്കുന്നത്. അങ്ങനെയാണ് ഈ ഹാർബർ വരുന്നത്. ഇതിന്റെ പുതിർത്തൊന്നും ആരും ഏറ്റെടുക്കാൻ വരേണ്ട ആവശ്യമില്ല. സ്ഥലം MLA PK അബ്ദുറബിന്റെ പ്രതികരണം ഇങ്ങനെ: ഇപ്പോഴേ അംഗീകരിക്കപ്പെട്ടുള്ളൂ. ഒരുപാട് കാലതാമസം വന്നു. സാങ്കേതികമായ തീരുമാനം എപ്പോൾ ഫൈനലാവുന്നുവോ അപ്പം നമുക്കിതിന് ഭരണാനുമതി കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് നേരത്തെ തന്നെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ വന്ന ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ബഡ്ജറ്റ്. ഹാർബറിന്റെ സ്ഥാനം സംബന്ധിച്ച് ഉണ്ടായിരുന്ന തർക്കം ഇപ്പോഴാണ് പരിഹരിച്ചത്. UDF സർക്കാർ നിശ്ചയിച്ച സ്ഥലത്തല്ല പുതിയ നിർമ്മാണം നടക്കുക. മാറിയ സാഹചര്യത്തിൽ പരപ്പനങ്ങാടി ഹാർബറിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കവും പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ന്യൂസ് 18 മലപ്പുറം.
ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയാണ്. പൊതുവേദിയിൽ ഭീകരരുടെ വെല്ലുവിളിയെ രാജ്യം എങ്ങനെ നേരിടുമെന്ന ചോദ്യമാണ് പ്രേക്ഷകരുടെ പ്രതികരണത്തിനായി മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ വേഗത്തിൽ മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക്. മോർണിംഗ് പ്രൈം ടൈം തുടരുന്നു. ഇന്നത്തെ പൊതുവേദിയിലേക്ക് കടക്കുകയാണ്. ഭീകരരുടെ വെല്ലുവിളിയെ എങ്ങനെ നേരിടണം? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഈ വിഷയത്തിൽ വിളിക്കേണ്ട നമ്പർ 0471661588. കൊല്ലത്ത് നിന്നും വിഷ്ണു എന്നൊരു പ്രേക്ഷകനാണ് ആദ്യമായി നമ്മോടൊപ്പം പ്രതികരിക്കാനുള്ള. വിഷ്ണു, എന്തായാലും 44 ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. കൊല്ലപ്പെട്ടവരിൽ മലയാളിയും ഉൾപ്പെടുന്നു. വയനാട് സ്വദേശി വസന്ത് കുമാറാണ് കൊല്ലപ്പെട്ടത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടി കൊടുക്കാനുണ്ട്. പിന്നീട് മേഡം ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ സോവറിന്റെ ഡെഫിനിഷൻ തന്നെ മാറ്റണം. നമ്മുടെ രാജ്യത്തിന് അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മൾ എത്രയാണ് നമുക്ക് നഷ്ടം, അതിന്റെ 10 ഇരട്ടിയെങ്കിലും മാക്സിമം തിരിച്ച് ഏരിയ പിടിക്കണം, അല്ലെങ്കിൽ മനുഷ്യജീവൻ എടുക്കണം. അത് നമ്മൾ സ്ട്രിക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കെതിരെ അറ്റാക്ക് കുറയും. പിന്നീട് നമ്മുടെ രാജ്യത്തിന്റെ ഏത് പാർട്ടികളാണെങ്കിലും ശരി, ഇവരുടെ എല്ലാം കോമൺ അജണ്ട ഇതായിരിക്കണം. അതായത് ഇന്ത്യയുടെ സോവറിനിറ്റി, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഏരിയ, നമ്മുടെ രാജ്യക്കാരുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം, ആവശ്യമുള്ള കാര്യങ്ങൾ ഇല്ല എങ്കിൽ നമ്മൾ ബാക്കിയുള്ളത് പിടിച്ചെടുക്കും. ഇത് പണ്ട് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. സിക്കിം അനക്സ് ചെയ്തു, അതേ കണക്ക് തന്നെ നമ്മൾ ഹൈദരാബാദ് അനക്സ് ചെയ്തു. അതിനൊക്കെ അതേ കണക്ക് വരുന്ന കാര്യത്തിന് ഇപ്പൊ ശ്രീലങ്ക അനക്സ് ചെയ്യാൻ രാജീവ് ഗാന്ധിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ചെയ്യണം. ഒബ്വിയസ്ലി വി കെ നോട്ട് അനക്സ് USA ആൻഡ് ചൈന. അങ്ങനെ ഇരിക്കാൻ പറ്റുന്നിടത്ത് പറ്റുന്ന സമയത്ത് ഒരു ഇത് ചെയ്യുക. അതിനുവേണ്ടി പോസിറ്റീവ് ഒരു അറ്റാക്കിംഗ് അഗ്രസീവ് മെന്റാലിറ്റി വേണം. ഒരു തണുപ്പ് മെന്റാലിറ്റി പാടില്ല. അത്രയേ ഉള്ളൂ. ശരി, ഇപ്പോൾ കണ്ണൂരിൽ നിന്നും ഹാഷിം എന്നൊരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ഹാഷിം, എന്തായാലും 44 പേരാണ് കൊല്ലപ്പെട്ടത്. 80ഓളം പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന തരത്തിലുള്ള സൂചനകളുമുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഇന്നലെ ഉണ്ടായ ദുരന്തം വളരെ ഖേദകരവും അത്യന്തം അപലപനീയവുമാണ്. ഇത്തരം ദുരന്തങ്ങളെ അതിശക്തമായി ചെറുക്കുവാൻ നമ്മുടെ രാജ്യം തയ്യാറാവേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഭീകരരെ ചെറുക്കാനുള്ള എല്ലാ നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതാണ്. കൂടാതെ ഈ ഇത്തരം കൊലപാതകങ്ങൾ മാത്രം ഒരു ഭീകരതയായിട്ട് ഞങ്ങൾ ഒരിക്കലും കാണാൻ പാടില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രതീകാത്മകമായിട്ട് ഗാന്ധിജിയെ എന്താ പറയാ അത്രമേൽ ആക്രമിച്ച ആ ഒരു അവസ്ഥ, അതൊക്കെ ഒരു ഭീകരതയായിട്ട് നമ്മുടെ സമൂഹം എപ്പോഴും കാണുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ട് ഭീകരതയ്ക്കെതിരെ ഉണ്ടാവണമെന്ന് അവസരത്തിൽ കൊടുക്കുന്നു. ശരി, ബാലൻ കോഴിക്കോട് നിന്ന്. ബാലൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ബാലൻ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? എന്തായാലും ഇന്ത്യയിൽ നടക്കുന്ന ഭീകരാക്രമണത്തിന്റെ വേരുകൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എല്ലായ്പ്പോഴും ചെന്നിട്ടുള്ളത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാൻ സർക്കാർ ഓരോ ഭീകര ആക്രമണങ്ങൾക്കും പിന്തുണ നൽകുന്നുണ്ടെന്ന് എല്ലായ്പ്പോഴും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇത്തവണയും പാകിസ്ഥാൻ പതിവ് പോലെ നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഈ ഭീകര ആക്രമണം നടത്തുന്നത് സ്പോൺസർ ചെയ്യുന്നത് പാകിസ്ഥാനാണ്. ഇനി ഇന്ത്യ ആവട്ടെ, തിരിച്ചടിച്ച് ആദ്യം ഇല്ലാതെ അയക്കണം. പാകിസ്ഥാൻ എന്നൊരു രാജ്യം വേണ്ട, അങ്ങനെ അയക്കണം. ലോകത്തേക്ക് ഭീഷണിയുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇങ്ങനെ നടന്നിട്ട് ഈ കേരളത്തിൽ ഒരു ലീഗുകാരനോ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഇന്നലെ പോലെ വാർത്തയിൽ ഇതെല്ലാം കേട്ടിട്ട് വേണ്ടാത്തതിനെല്ലാം ചുള്ളി ചാടിക്കളിക്കല്ലോ ഈ ലീഗുകാർ. ഇതിനൊന്നും ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. ഇന്ത്യന്ന് ഈ കണ്ണൂരിൽ നിന്ന് തന്നെ എത്ര മുസ്ലിംകൾ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. ഇതിന് തിരിച്ചടി തന്നെ വേറെ വഴിയില്ല. തിരിച്ചടിച്ച് ആ രാജ്യം ഇല്ലാതായി കളയണം. പോട്ടെ, നമ്മൾ കുറെ പോകുമായിരിക്കും, പോട്ടെ, നശിച്ചാലും വയ്ക്കില്ല. എന്നാൽ ബാക്കിയുള്ളവരും സ്വസ്ഥമായി ജീവിക്കാമല്ലോ. ആ രാജ്യം ഇനി വേണ്ട. ആ രാജ്യത്തിന് അടിച്ച് താർത്ത് കളയണം. ഏറി വന്ന 4 ദിവസം 5 ദിവസം കൊണ്ട് അടിച്ച് പൊടിയോ വയ്ക്കാൻ ഇന്ത്യക്ക് കഴിവുണ്ട്. പിന്നെ എന്തിനാ ഇന്ത്യ പേടിക്കുന്നത്? എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് സപ്പോർട്ടാണ്. പിന്നെ ഒരു കാര്യം കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അടിച്ച് താർത്ത് കളയാന്ന് എൻ്റെ അഭിപ്രായം. ഇനി അങ്ങനത്തെ ഒരു രാജ്യം ഇന്ത്യയിൽ ലോകത്തിൽ വേണ്ട. ആ മേപ്പിനെ മാറ്റിക്കളയണം. ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അന്ന് ആ ഭാഗം വെക്കുമ്പോൾ തന്നെ ചെയ്തത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും അവർ പിന്നെയും കുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒന്നാമത് കാശ്മീരിൽ തന്നെ ജനങ്ങൾ പാകിസ്ഥാനിന് സപ്പോർട്ടാണ്. ഈ മുസ്ലിംസ് എന്ന് പറയുന്ന ജനങ്ങൾ അവർക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് അവന്ന് അടിച്ച് തകർത്ത് കളിയാണ്. അങ്ങനെ ഒരു രാജ്യം ഇനി വേണ്ട. അതാണ് എനിക്ക് പറയാൻ. ശരി, ബാംഗ്ലൂരിൽ നിന്നും ഗോപകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മുടെ വിജയന്റെ. ശ്രീ ഗോപകുമാർ, എന്തായാലും ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ വിഷയത്തിൽ അപലപിച്ചിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഇന്നലത്തെ ഈ ഒരു ഭീകരാക്രമണത്തെ കാണുന്നത്? തീർച്ചയായിട്ടും നമ്മള് ഇപ്പം വയനാട് മരണപ്പെട്ട ജവാൻ വസന്തകുമാറിന്റെ കുടുംബത്തോടൊപ്പം അതുപോലെ തന്നെ 44 ജവാന്മാരുടെ കുടുംബത്തോടൊപ്പം ഞാൻ വളരെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഇതിന് മറുപടി എന്ന് പറയുന്നത് നമ്മളിപ്പം ലോക രാജ്യങ്ങൾ ആലോചിച്ചുകൊണ്ടോ പ്രധാനമന്ത്രി ആലോചിച്ചിട്ടോ കാര്യമില്ല. നമ്മുടെ മുന്നിൽ പഞ്ചാബിലൊരു സംഭവം ഉണ്ടായി, ഒരു മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു സംഭവം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ തിരിച്ചടിക്കുകയുണ്ടായി. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് എന്തുകൊണ്ട്
എന്തുകൊണ്ടാണ് നമ്മുടെ വീക്ക്നെസ് അവർ മുതലെടുക്കുന്നത്? ഇത്രയും വലിയ ഒരു ലോകശക്തിയെ നമ്മൾ മാറിയിട്ടും നമ്മുടെ വീക്ക്നെസ് എന്തുകൊണ്ടാണ് ഈ കാശ്മീരിലെ ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി തന്നെ നമ്മളെ വിത്തടിക്കാൻ തയ്യാറാകുന്നത്? നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും വലിയ ടെക്നോളജി നമുക്ക് ഉണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ട് 350 കിലോ സ്ഫോടക വസ്തു വണ്ടി കൊണ്ട് നമ്മളെ ആക്രമിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം എവിടെയാണ്? എന്താണ് അവർ ചെയ്യുന്നത്? ഇതിലാണ് അവിടെയാണ് നമുക്കുണ്ടാകുന്ന പാളിച്ച. നമ്മുടെ സുരക്ഷയിൽ ഉണ്ടാകുന്ന പാളിച്ചകളാണ് നമുക്കുണ്ടാകുന്ന ഈ അപകടങ്ങളെല്ലാം തന്നെ. കാസർഗോഡ് നിന്നും ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ആദ്യമായി തന്നെ ഞാൻ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് വീരമൃത്യു വരിച്ച ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. ഹലോ ശശിധരൻ, കേൾക്കാമെങ്കിൽ താങ്കൾക്ക് പറയാം താങ്കളുടെ അഭിപ്രായം. പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, ഇപ്പോൾ സജു എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോട് ചേരുന്നുണ്ട്. സജു, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നിരീക്ഷിക്കുന്നത്? താങ്കളുടെ നിലപാട് എന്താണ്? എന്റെ നിലപാടെന്ന് പറയുന്നത്, നമ്മുടെ ഈ കേന്ദ്രത്തിൽ BJP ഭരിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയില്ലെങ്കിൽ പോലും ഈ ഒരു അവസരം നമുക്കിനി ഈ രാജ്യത്ത് ഒരു മിലിറ്ററിക്കാരൻ പോലും മരിക്കാനുള്ള അവസരം ഉണ്ടാവരുത്. അതിനകത്ത് ശക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തിരിക്കണം. ശരി, ഇപ്പോൾ നെടുമങ്ങാട് നിന്ന് സജികുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ശ്രീ സജികുമാർ, എന്തായാലും ഉറിയിൽ നടന്ന ഭീകരാക്രമണത്തിന് ഇന്ത്യ അതിർത്തി കടന്ന മറുപടി നൽകിയിട്ട് പോലും അതൊന്നും ഏശിയിട്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും. ഞാൻ ഒരു എക്സ് സർവീസ് മാനാണ്. ഞാൻ അവിടെ സർവീസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയൊരു ജവാൻ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ പെടരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എന്റേതെന്നല്ല, ഓരോ ജവാന്റെയും ചോരത്തുടുപ്പ് കൊണ്ട് പറയാണ്, തിരിച്ചടിച്ച് അവർക്ക് നല്ലൊരു മറുപടി കൊടുത്തിരിക്കണം. അതോടെ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഈ ലോകത്ത് നിന്ന് തന്നെ അങ്ങ് നശിച്ചു പോകണം. അതാണ് എന്റെ അഭിപ്രായം. പാലക്കാട് നിന്ന് മനോജ് കൂടി ചേരുന്നു. മനോജ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? എന്തായാലും ശക്തമായ മറുപടി കൊടുക്കുമെന്ന കേന്ദ്ര സർക്കാർ ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? അത് ആദ്യം തന്നെ ഈ 44 ജവാന്മാർക്ക് എന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. ഈ ഭീകരരെ ആക്രമിച്ച എന്റെ 44 CRPF ജവാന്മാർക്ക് എന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പിന്നെ ഇത് ശക്തമായിട്ട് ആഭ്യന്തരം ഇടപെട്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ സപ്പോർട്ടുകളും എല്ലാ ജനങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇത് തിരിച്ചടിച്ച ഇതിന് മതിയാവുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, ഇപ്പോൾ വാസുദേവൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. വാസുദേവന്റെ അഭിപ്രായം എങ്ങനെയാണ്? എന്താ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് കാശ്മീരിൽ എത്തുന്നുണ്ട്, NIA സംഘം കാശ്മീരിൽ എത്തുന്നുണ്ട്, കേന്ദ്ര മന്ത്രിസഭാ സമിതി ഇന്ന് യോഗം ചേരുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും ഇത് വളരെ അധികം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇതാണ് ധർമ്മവും സത്യവും നിലനിർത്തുക. അവരിതിനായിട്ട് ഏറ്റവും വെല്ലുവിളിയാണ് പാകിസ്ഥാൻ. ഇതിനോട് തീർച്ചയായിട്ടും തിരിച്ചടി ആവശ്യമാണ്. ശരി, തിരുവനന്തപുരത്ത് നിന്നും ഷൈജു എന്നൊരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. ഷൈജു, എന്തായാലും ഈ ഒരു ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ആരോപണം പാകിസ്ഥാൻ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഹലോ, പറഞ്ഞോളൂ. ഹലോ ഷൈജു, കേൾക്കാമെങ്കിൽ താങ്കൾക്ക് പറയാം. അല്ല, ഇത് നമ്മുടെ ഇന്ത്യ ഇപ്പം കുറച്ചു മുമ്പ് ഒരാൾ പറഞ്ഞുള്ള 10 ഇരട്ടിയുടെ 100 ഇരട്ടി തിരിച്ചടിക്കണം. അതേപോലെ ഓരോ രാഷ്ട്രീയക്കാർ അവലംബിക്കുന്നു. ഈ അവലംബനം മാത്രം പോരാ. ഇത് ഒരു നിസ്സാര കാര്യമല്ല. ഇതിനു മുമ്പ് ചെയ്തതുപോലെ ഇനി ഒരിക്കലും ഇവർ ഒരു തവണ ചിന്തിക്കാൻ പോലും പാടില്ല. ആ രീതിയിൽ തിരിച്ചടിക്കണം. ഇതാണ് എന്റെ അഭിപ്രായം. ഇപ്പോൾ ചിറ്റൂരിൽ നിന്നും ജോസഫ് എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോസഫ്, താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? ഈ വിഷയത്തിൽ എന്തായാലും സർക്കാർ കനത്ത മറുപടി നൽകുമെന്നാണ് ഇന്നലെ അരുൺ ജെയ്റ്റ്ലി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? 1971 ഹലോ പറഞ്ഞോളൂ. ഹലോ 1971-72 കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയായിട്ടുള്ള ആ ഒരു യുദ്ധത്തില് ഇന്ത്യ കംപ്ലീറ്റ് പാകിസ്ഥാനെ തൂത്തുവാരിയതാണ്. ആ സമയത്ത് വന്നിട്ട്
ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായതിന്റെ സമയത്ത് വന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ട് കാശ്മീരിൽ വന്ന് അവിടുത്തെ ആ ഭരണകർത്താക്കളെ അവിടെ കാശ്മീർ കംപ്ലീറ്റ് തിരിച്ചേൽപ്പിച്ചു കൊടുത്ത് പോന്നപ്പോഴത്തേക്കും അവിടുത്തെ മുസ്ലിം വർഗങ്ങളും പാകിസ്ഥാൻ മുസ്ലിങ്ങളും ചേർന്നുകൊണ്ടിട്ടുള്ള ഈ ഒരു കളി പിന്നീടും വർദ്ധിക്കുകയുണ്ടായിരുന്നു. തീവ്രവാദികളെ വന്നിട്ട് അവിടെ വന്നിട്ട് അവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ അതിർത്തി, കാശ്മീർ അതിർത്തി കംപ്ലീറ്റ് അവിടെയുള്ള അവര് വന്നിട്ട് താവളം അടിച്ചുകൊണ്ടിട്ട് നമ്മുടെ ജനങ്ങളെ കംപ്ലീറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. ഇത് ആഭ്യന്തരമന്ത്രിക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ജനങ്ങളുടെ ആത്മാവല്ലേ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പട്ടാളക്കാരെന്ന് പറയുന്നത് മനുഷ്യ ജന്മമല്ലേ? ഇത് ഇന്നലെയും തുടങ്ങിയതാണോ? കാലങ്ങൾ എത്രയായി? ഇതിനൊരു പരിധി വരുത്താൻ പാടില്ലേ? ശരി, ഇപ്പോൾ വയനാട് നിന്നും ത്രിബീബ് എന്നൊരു പ്രേക്ഷകൻ കൂടെ നമ്മോടൊപ്പം ചെയ്യുന്നത്. ശ്രീ ത്രിബീബ്, എന്തായാലും താങ്കളുടെ നാട്ടുകാരൻ ഉൾപ്പെടെയാണ് ഈ ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? തീർച്ചയായും ഈ ജവാന്മാരുടെ ജീവിതം വലിയ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷമാണുള്ളത്. ആദരാഞ്ജലികൾ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്ത്യ തിരിച്ചടിക്കാതെ, കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാതെ ഇതിന് യാതൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പാകിസ്ഥാനെതിരെ തന്നെ തിരിച്ചടിച്ച് ശക്തമായ മറുപടി നമ്മൾ നൽകുമ്പോൾ മാത്രമാണ് നമ്മുടെ രാഷ്ട്രം നന്ദി ത്രിബീബ്. താങ്കളുടെ പ്രതികരണത്തിന് ഭീകരരുടെ വെല്ലുവിളിയെ എങ്ങനെ നേരിടണം എന്ന ചോദ്യമാണ് പൊതുവേദി മുന്നോട്ട് വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.